ഹായ് ദിവസം മിസ്ഫിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇനി എല്ലാവർക്കും സുഖാണല്ലോ, സുഖാണെന്ന് കരുതുന്നു. സോ ഇതുവരെ സപ്പോർട്ട് എല്ലാവർക്കും വളരെ വളരെ നന്ദി. അപ്പൊ ഞാനിന്നുള്ളത് കണ്ണൂർ കക്കാട് കേട്ടോ, അതായത് കണ്ണൂർ കക്കാട് കുഞ്ഞിപ്പള്ളി അത്താക്കുന്ന് റോഡിലാണ് നമ്മളിപ്പോ ഉള്ളത്. അപ്പം ഇവിടെ ഒരു 60 സെന്റും വീടും കൊടുക്കാനുണ്ട് കേട്ടോ. അപ്പം താല്പര്യമുള്ളവരുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായും ഈ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. അപ്പൊ നമ്മുടെ ഈ ഒരു പ്ലോട്ട് എടുക്കുന്നവരിക്കൽ അഡ്വാൻറ്റേജസ് നോക്കുവാണെങ്കിൽ തൊട്ടടുത്ത് നമ്മുടെ പുഴാതി ഹയർ സെക്കൻഡറി സ്കൂൾ സ്ഥിതി ചെയ്യുന്നുണ്ട്. അതിന് തൊട്ടടുത്തായിട്ടാണ് ഈ ഒരു പ്ലോട്ട് സ്ഥിതി ചെയ്യുന്നത്. പിന്നെ എടുത്തു പറയുകയാണെങ്കിൽ നമ്മുടെ കണ്ണൂർ ടൗണിൽ നിന്നും ഒരു 4-5 കിലോമീറ്റർ ഡിസ്റ്റൻസിന് ഉള്ളിലായിട്ടാണ് ഈ ഒരു പ്ലോട്ട് സ്ഥിതി ചെയ്യുന്നത്. അതുപോലെ തന്നെ ഈ ഒരു റോഡ് നിങ്ങൾക്ക് കാണാൻ പറ്റും. കണ്ണൂർ കുഞ്ഞിപ്പള്ളി ടു അത്താഴക്കുന്ന് റോഡാണ് ഈ കാണുന്നത്. അപ്പൊ നമ്മുടെ ഈ ഒരു പ്ലോട്ടിന്റെ അതിര് നോക്കുവാണെങ്കിൽ സ്കൂളിന് തൊട്ടടുത്ത് നിന്ന് സ്റ്റാർട്ടായിട്ട് ആ കാണുന്ന പോസ്റ്റ് വരെ ആയിട്ടാണ് ഈ ഒരു പ്ലോട്ടിന്റെ എൻട്രൻസ് നോക്കുവാണെങ്കിൽ നല്ല വീതിയോട് കൂടിയുള്ള എൻട്രൻസ് ആണ്. ആയതുകൊണ്ട് തന്നെ ഇവിടെ ഫ്ലാറ്റ് എടുക്കാനും അതുപോലെ തന്നെ ഷോപ്പിംഗ് കോംപ്ലക്സിനൊക്കെ പറ്റിയിട്ടുള്ള സ്പോട്ടാണ് കേട്ടോ ഈ ഒരു സ്പോട്ട് എന്ന് പറയുന്നത്. അപ്പം താല്പര്യമുള്ളവരുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായും ഈ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. നമ്മുടെ ഈ റോഡ് സൈഡൊക്കെ പ്രോപ്പർട്ടി അതുപോലെ വീട് സ്ഥലങ്ങളൊക്കെ എടുക്കുന്നവർക്കുള്ള സംശയങ്ങളാണ്. മെയിൻലി ടൗൺ ഏരിയകളിൽ എടുക്കുന്നവർക്കുള്ള സംശയങ്ങളാണ്. ഭാവിയിൽ റോഡ് വീതി വെക്കുമ്പം എന്തായിരിക്കും അവസ്ഥ എന്നുള്ളത്. അപ്പം അങ്ങനെയുള്ള ഒരു കൺഫ്യൂഷൻ ഒന്നും ഇവിടെ വേണ്ട. ഈ ഒരു പ്രോപ്പർട്ടിയെ കുറിച്ച് എടുത്തു പറയേണ്ട ഒരു കാര്യം, ഈ ഒരു ഫ്രണ്ടിലായിട്ടുള്ള ഈ ഒരു റോഡ് ഭാവിയിൽ 3-4 മീറ്റർ വീതി വെക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അത് അങ്ങനെ എടുത്തിട്ട് ഭാവിയിൽ റോഡ് വരുന്ന ടൈം അത് ഗവൺമെൻറ്റിൻ്റെ കയ്യിൽ നിന്നും കിട്ടുന്നതായിരിക്കും. ഇല്ലാന്നുണ്ടെങ്കിൽ അവർ ആ ഒരു 3-4 മീറ്റർ വിട്ട് ബാക്കിയുള്ള ഭാഗങ്ങൾ നിങ്ങൾക്ക് തരുന്നതായിരിക്കും. അപ്പം പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം, നമ്മുടെ ഈ ഒരു പ്രോപ്പർട്ടിൻ്റെ വലതുവശത്ത് നിന്നായിട്ടാണ് 10 അടി വീതിയോട് കൂടിയ കസ്റ്റമൈസ്ഡ് വഴി വരുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ ഈ ഒരു പ്രോപ്പർട്ടിയുടെ സ്കെച്ച് എന്ന് പറയുന്നത്. അപ്പം നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുമോ ഇല്ല എന്നുള്ളത് എനിക്കറിയില്ല. പക്ഷേ ആ ഒരു പർപ്പിളിൽ അടയാളപ്പെടുത്തിയിട്ടുള്ള അത്രയും ഭാഗമാണ് നമ്മുടെ കുഞ്ഞിപ്പള്ളി അത്താക്കുന്ന റോഡിനായിട്ട് പോകുന്നത്. അപ്പം യാതൊരു വിധത്തിലുള്ള പേടിയും നിങ്ങൾക്ക് വേണ്ട. അപ്പം അത്രയും ഭാഗം ഒഴിച്ചിട്ട് ബാക്കിയുള്ള ഭാഗം തരാനും അവർ തയ്യാറാണ്. അവസാനമായിട്ട് നമ്മുടെ ഈ ഒരു പ്രോപ്പർട്ടിയുടെ, അതായത് ഈ ഒരു പ്ലോട്ടിൻ്റെ റേറ്റ് നോക്കുകയാണെങ്കിൽ സെൻറ്റിന് 10 ലക്ഷം രൂപയായിട്ടാണ് ഈ ഒരു പ്രോപ്പർട്ടിക്ക്, ഈ ഒരു പ്ലോട്ടിന് അവർ വില ഉദ്ദേശിക്കുന്നത്. അപ്പം ഇതൊരു നെഗോഷ്യബിൾ റേറ്റ് ആണ്. ഇതിലും നല്ല ബെസ്റ്റ് പ്രൈസിന് നിങ്ങൾക്കിത് സ്വന്തമാക്കാൻ പറ്റും. അപ്പം കണ്ണൂർ ടൗണിൽ നിന്നും അത്രയും കിലോമീറ്റർ പരിധിയിലായ ഏരിയ ആയതുകൊണ്ട് തന്നെ ഈ ഒരു റേറ്റ് നല്ല അഫോർഡബിൾ റേറ്റ് ആണ്. പിന്നെ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് റോഡ് ഫ്രണ്ടേജ് ആയിട്ട് കിടക്കുന്ന ഒരു സ്ഥലം ആയതുകൊണ്ട് തന്നെ നല്ല കൊമേഴ്ഷ്യൽ സ്പേസിന് അനുയോജ്യമായിട്ടുള്ള ഒരു ഏരിയയും കൂടിയാണ് ഈ ഒരു ഏരിയ എന്ന് പറയുന്നത്. അപ്പം ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ബിൽഡിങ്ങുകളോ അതുപോലെ വലിയ വലിയ ഷോപ്പിംഗ് കോംപ്ലക്സുകളോ അതുപോലെ ഫ്ലാറ്റുകളോ എടുക്കാൻ താല്പര്യമുള്ളവരുണ്ടെന്നുണ്ടെങ്കിൽ അതിനൊക്കെ അനുയോജ്യമായിട്ടുള്ള ഏരിയ ആണ് ഈ ഒരു ഏരിയ എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ഈ ഒരു പ്ലോട്ട് എടുക്കുന്നവരിക്കൽ അഡ്വാൻറ്റേജസ് നോക്കുവാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കണ്ണൂർ ടൗണിൽ നിന്നും 4-5 കിലോമീറ്റർ മാത്രമാണ് ഈ ഒരു പ്ലോട്ടിന്റെ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. പിന്നെ തൊട്ടടുത്ത് സ്കൂളുകളും പള്ളികളും അമ്പലങ്ങളും എല്ലാം തന്നെ സ്ഥിതി എന്നുള്ളതാണ് എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം. അപ്പം ഈ ഒരു വീഡിയോ നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യുക, മറ്റുള്ളവരിലേക്ക് എത്തിക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്കും ഇതുപോലെ നിങ്ങളുടെ സ്ഥലങ്ങളോ വീടുകളോ ഇതുപോലെ വീഡിയോ ക്രിയേറ്റ് ചെയ്ത് പബ്ലിസിറ്റി ചെയ്യാൻ താല്പര്യമുള്ളവരുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായും നമ്മുടെ ചാനലുമായി കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അപ്പം തീർച്ചയായും നമ്മുടെ ചാനൽ പുതിയതായിട്ട് കാണുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായും സപ്പോർട്ട് ചെയ്യുക, അതായത് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ തൊട്ടടുത്ത് കാണുന്ന ആ ഒരു ബെൽ ഐക്കൺ കൂടി എനേബിൾ ചെയ്ത് വെക്കാൻ മറക്കണ്ട. അപ്പം മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ ബൈ.